വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ദയനീയ പ്രകടനത്തെക്കുറിച്ച് ശക്തമായ പ്രതിഷേധങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് രവി ശാസ്ത്രി ഗൗതം ഗംഭീറിനെതിരെ തുറന്നടിക്കുന്നത്. നമ്മുടെ ഫിനിഷർമാർ എവിടെയാണ്? 4 മുൻനിര ബാറ്റർമാരെ ആശ്രയിച്ചുകൊണ്ടാണോ എല്ലാ മത്സരത്തിനും ടീം ഇറങ്ങുന്നത്? ശിവം ദൂബെയും വാഷിംഗ്ടൺ സുന്ദറുമാണോ നമ്മുടെ ഫിനിഷർമാർ? എന്തിനാണ് അവരിരുവരെയും ഇനിയും ഗംഭീർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നത്? ഇതെല്ലാമാണ് രവി ശാസ്ത്രിയുടെ ചോദ്യങ്ങൾ 100% ന്യായമാണ്. ടീം ഇന്ത്യ T20യിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അയർലൻഡിനോട് 2-0 T20 പരമ്പരയിൽ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങുന്നു. ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ 4-0 പരാജയപ്പെടുന്നു. അതിൽ ഒരു മത്സരം റിസൾട്ടില്ലാതെ പോയിരുന്നു മഴ കാരണം കൊണ്ട്. ശേഷം നടന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പരയിൽ 3 മത്സരങ്ങളിൽ 2-1 അവിടെയും പരമ്പര നഷ്ടമാകുന്നു. അതും ആദ്യ മത്സരം വിജയിച്ച് ലീഡ് നേടിയതിന് ശേഷമാണ് പിന്നീടുള്ള 2 മത്സരങ്ങളും തുടരെ പരാജയപ്പെട്ടുകൊണ്ട് ഇന്ത്യ പരമ്പര നഷ്ടപ്പെടുത്തുന്നത്. ഈ മത്സരങ്ങളുടെ റിസൾട്ട് എല്ലാം പരിശോധിക്കുമ്പോൾ പല മത്സരങ്ങളും ഫിനിഷർമാരുടെ പിടിപ്പുകേട് കൊണ്ട് പരാജയത്തിലേക്ക് പോയിട്ടുണ്ട്. പല മത്സരങ്ങളും ശരിയായൊരു ഓൾറൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട മത്സരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രവി ശാസ്ത്രിയുടെ ചോദ്യം 100% ശരി തന്നെയാണ്. എവിടെയാണ് നമ്മുടെ ഫിനിഷർമാർ? എവിടെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഓൾറൗണ്ടർമാർ? ഇനിയും എത്ര കാലമാണ് ശിവം ദൂബെയും വാഷിംഗ്ടൺ സുന്ദറിനെയും പോലുള്ള താരങ്ങളെ കൊണ്ടു നടക്കുന്നത്? ഇന്ത്യയുടെ പരാജയം അവിടെ തന്നെയാണ്. വെറും മുൻനിര ബാറ്റർമാരെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഫിനിഷർമാർ ഇല്ലാതെയാകുമ്പോൾ ഇനിയും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് രവി ശാസ്ത്രി ഈ ആരോപണത്തിലൂടെ അതല്ലെങ്കിൽ ഈ വിമർശനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സെലക്ടർമാർ, ഇന്ത്യൻ കോച്ച്, ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. കളി ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായ താരങ്ങളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കളി ജയിപ്പിക്കാനുള്ള ഓൾറൗണ്ടർമാരുമുണ്ട്, ഫിനിഷർമാരുമുണ്ട്. പക്ഷേ അവർക്ക് ടീമിൽ സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു, അവരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെയെല്ലാമാണ് രവി ശാസ്ത്രിയുടെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളെ, അത്തരം ന്യായമായ ആവശ്യങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്തേ പറ്റൂ. കുറച്ചുകാലമായി ഇന്ത്യൻ ടീമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും സെലക്ടർമാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മുൻ ഇന്ത്യൻ താരങ്ങൾ തുറന്നു പറയുന്നത്. ഇനിയും അത് നടപ്പാക്കാൻ കഴിയില്ല, നിങ്ങൾ മാറ്റം വരുത്തിയേ മതിയാകൂ എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അതെ, ഇന്ത്യൻ ടീമിന് വിജയത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഴിവുള്ള താരങ്ങളെ ടീമിലെത്തിച്ച് അവസരങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ടീം ഇന്ത്യക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ രവി ശാസ്ത്രി പറഞ്ഞതുപോലെ 4 മുൻനിര ബാറ്റർമാരെയും വെച്ചുകൊണ്ട് എല്ലാ മത്സരങ്ങളും വിജയിച്ച് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് തീർത്തും മൂഢമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. ഇംഗ്ലണ്ട് ഉയർത്തിയ 387 മറികടക്കാൻ ഇന്ത്യൻ ഓപ്പണർമാർ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും നിറഞ്ഞാടി. പിറകെ വന്ന വിരാട് കോഹ്ലിയും തകർത്താടി. പക്ഷേ ആ മത്സരം ഫിനിഷ് ചെയ്യാൻ ആരുമില്ലാതെ പോയി. പിന്നീട് വന്ന ഇഷാൻ കിഷൻ നേടിയത് 14 റണ്ണാണ്. ശ്രേയസ് അയ്യർ നേടിയത് 0 KL രാഹുൽ നേടിയത് 12 റൺസായിരുന്നു. അക്സർ പട്ടേൽ നേടിയത് 2 റൺസായിരുന്നു. പിന്നെ ആരാണ് ആ മത്സരം ഫിനിഷ് ചെയ്യാനുള്ളത്? മുൻനിര ബാറ്റർമാരുടെ പോരാട്ടമെല്ലാം പിറകെ വന്നവർ നശിപ്പിച്ചു കളയുന്ന കാഴ്ചയാണ് ആ മത്സരത്തിൽ കണ്ടത്. ആ മത്സരത്തിൽ വിജയം നേടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് പരമ്പര ലഭിക്കുമായിരുന്നു. ആ ഒരു അവസരമാണ് ആ പരാജയത്തിലൂടെ കളഞ്ഞുകുളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ പരാജയം ശരിയായ ഫിനിഷർമാരില്ല, ശരിയായ ഓൾറൗണ്ടർമാരില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് സെലക്ടർമാർ തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ നീതിയിലൂടെ വേണം കളിക്കാരെ സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമാണ് ടീം ഇന്ത്യക്ക് ഇനി വിജയത്തോടെ മുന്നേറാൻ സാധ്യമാവുക. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.